എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ അടുത്ത ആഴ്ചയിലെ അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന നല്ല മുഹൂർത്തമാണ്. അങ്ങനെ അനുവിന്റെ കല്യാണം നടക്കുകയാണ്. അപ്പൊ പണം ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് വേണുവും ജയശ്രീയൊക്കെ. അങ്ങനെ അവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുകയാണ്. അനുവിന്റെ പണമൊക്കെ തിരിച്ചു കിട്ടുകയും മോഷ്ടിക്കപ്പെട്ട പണം തിരിച്ചു കിട്ടുകയും പിന്നീട് കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇനി ഒരു പുതിയ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പുതിയ കഥ. ഉണ്ണിമോള് ഒരു പെൺകുട്ടീനെ മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടീനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഗിരിദേവനും വാവരും ഒക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ പുതിയതായിട്ടും കൂടെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഫുള്ള് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അനുവിൻ്റെ പണം മോഷണം പോയി. പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല. അവസാനം നമ്മുടെ ലംബോദരനായ സാക്ഷാൽ ഗണപതി ഭഗവാൻ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ഈ പണം മോഷ്ടിച്ച ആളാരെന്ന് കണ്ടുപിടിക്കാനായിട്ട്. പിന്നീട് പണം മോഷ്ടിച്ച ആള് ചോര ഛർദ്ദിച്ച് ഒരു വിനായക കഴിയുമ്പോൾ മരിക്കും എന്ന് പറയാം. പക്ഷെ ആരും മരിച്ചില്ല. ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ തന്നെ ചന്തു പറയുന്നുണ്ട്, അതൊക്കെ ചുമ്മാ പറയുന്ന നിന്റെ കൂട്ടുകാരനായ ഗിരിദേവൻ, അതൊന്നും ഉള്ള കാര്യമല്ലെന്ന് പറയാം. അവസാനം ഉണ്ണിമോൾ പറഞ്ഞേ അങ്ങനെയൊന്നും അല്ലാന്ന് പറയണം. ഈ സമയത്ത് അയ്യപ്പസ്വാമി ഒന്ന് പറഞ്ഞിട്ട്, അതെ പണം മോഷ്ടിച്ച ആള് മാപ്പ് പറഞ്ഞില്ലെങ്കിലല്ലേ സംഭവിക്കുള്ളൂ. അയാൾ മാപ്പ് പറഞ്ഞ് പണം അവിടെ കൊണ്ടേ വെച്ച് കാണുമെന്ന് പറയാ. അങ്ങനെ പിന്നീട് അനു മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അലമാരി അങ്ങ് തുറക്കുവാണ്. തുറന്നു കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ആ പണപ്പെട്ടി ഇരിക്കുക, മോഷ്ടിക്കപ്പെട്ട പണപ്പെട്ടി ഇരിക്കുക. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അനു അത്. അങ്ങനെ ആ പണം തിരിച്ചു കിട്ടുവാണ്. പണം തിരിച്ചു കിട്ടിയതുകൊണ്ട് പ്രശ്നം സോൾവ് ആയല്ലോ. പിന്നീട് ചന്തുവും കല്യാണിയും എല്ലാവരും കൂടെ ഗിരിദേവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗിരിദേവന്റെ അടുത്ത് വന്നിട്ട് പറയാം, അല്ല ഗിരിദേവ, പണം തിരിച്ചു കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടക്കും, എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കല്ലേ എന്ന് പറയണം. പക്ഷെ ഗിരിദേവൻ പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. പണം തിരിച്ചു കിട്ടിയാലും ഈ കല്യാണം നടക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പറയാം. ചന്തുവും കല്യാണം ഗിരിദേവനും വാവരും എല്ലാവരും കൂടെ ഒരുമിക്കുവാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് അനുവിൻ്റെ കല്യാണം നടത്താനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കല്യാണം നടക്കുമെന്നോ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആരുമായിട്ട് കല്യാണം നടക്കുമെന്ന് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവസാനം അനുവിൻ്റെ അടുത്തേക്ക് കുട്ടികളൊക്കെ ചെല്ലുന്നുണ്ട്. പിന്നീട് അനുവിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, കാരണം പണത്തിൻ്റെ പേരിൽ കല്യാണം വേണ്ട, അല്ലെ പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞവനാണ് ശ്രീരാജ്. അങ്ങനെയുള്ള ഒരുത്തനെ വേണം ഇനി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അനുരാജിൻ്റെ അമ്മ വരെ പറഞ്ഞു, കാരണം പണത്തിനെ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ മോളെ, അവൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ സ്നേഹിച്ചവനാണെങ്കിൽ പണം വേണ്ട, നിന്നെ മതിയെന്ന് പറയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ പിന്മാറുമല്ലേ ചെയ്തത്. അവസാനം അനുവിന് തന്നെ തെറ്റു മനസ്സിലാവാണ്. തന്നെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? അനുരാജാണ്. പണമില്ലെങ്കിൽ പോലും ഒന്നും വേണ്ട, തന്നെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ ആൾ അനുരാജായിരുന്നു. പിന്നീട് അനു എന്ത് ചെയ്യുവാണ്, അനുരാജിനെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഗിരിദേവൻ ഒരു കാര്യം ആദ്യം തന്നെ ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കല്യാണം നടക്കും. പക്ഷേ എങ്കിൽ ശ്രീരാജുമായിട്ടെന്നുള്ള കല്യാണം എന്നൊന്നും അനുവിന് ഒരു വാക്കും കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ശ്രീരാജിന് ഇനിയിപ്പോൾ കെട്ടിയിട്ടും കാര്യമില്ല. കാരണം അവൻ പണത്തിന് മാത്രം കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൻ ചിലപ്പം ഇനിയിപ്പം വീണ്ടും അനുവിൻ്റെ വീട്ടിൽ നിന്ന് പണമൊക്കെ ചോദിക്കുക. അത് കൊടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രീധനം ഇനിയിപ്പോൾ കുറഞ്ഞു പോയെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ അയ്യപ്പസ്വാമിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അനുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തത്. അങ്ങനെ അനുവിൻ്റെ വിവാഹമൊക്കെ മംഗളകരമായിട്ട് നടക്കുന്നുണ്ട്. ഉണ്ണിമോള് വന്നതിന് ശേഷമാണ് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പണമൊക്കെ തിരിച്ചു കിട്ടിയാന്നൊക്കെ അനുവിൻ്റെ വീട്ടുകാർ ജയശ്രീയും അവരെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ബാക്കിയുള്ളവർക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കല്യാണമൊക്കെ അങ്ങനെ മംഗളകരമായി നടക്കുന്നുണ്ട്. ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദുശകനമായെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഉണ്ണിമോളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള കാര്യം. കാരണം ഉണ്ണിമോൾ എവിടെ ചെന്നാലും ഇപ്പോൾ അവിടെ എല്ലാം നല്ലതാണ്, അവർക്കെല്ലാം സന്തോഷങ്ങളാണ് കൈവരുന്നത്. പിന്നീട് കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടന്നു. പക്ഷേ ഉണ്ണിമോൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഗിരിദേവനോട്, ആരാ ഗിരിദേവ ആ പണം മോഷ്ടിച്ച, അതാരാന്ന് എനിക്കറിയണം, എന്നോടെങ്കിലും ആ സത്യം തുറന്നു പറയില്ലേന്ന്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, വേണ്ട, അത് ഉണ്ണിമോൾ അറിയണ്ടെന്ന് പറയണം. അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാണ്. പക്ഷേ ഈ ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമായി പോയി. കാരണം ആ പണം മോഷ്ടിച്ച ആളാരാന്നുള്ള സത്യങ്ങളൊന്നും ഗിരിദേവൻ പറഞ്ഞിരുന്നില്ല, ആരോടും പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അത് നമ്മുടെ ചന്തുവിൻ്റെ അച്ഛനായിരിക്കണം പണമൊക്കെ മോഷ്ടിച്ചിരുന്നത്.
കാരണം ചന്തുവിന് വിഷമാവും, അല്ലെങ്കിൽ പിന്നെ കള്ളന്റെ മോനെ ഉള്ളൊരു പഴി ചന്തുവിന് വരും. അതുകൊണ്ടായിരിക്കും ഗിരിദേവൻ ആ സത്യങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരുന്നേ. പക്ഷേ ഉണ്ണിമോളോട് പറയുമോയെന്ന് അറിയത്തില്ല. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ വിശേഷങ്ങളും അതിനുശേഷം കാണിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനും ബാബരും ഉണ്ണിമോളും കൂടെ ഒരു വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു പഴയ തറവാട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെയാണ് ഒരു മിണ്ടാൻ വയ്യാത്തൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവൾ നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസമാണ് അവൾക്ക് മിണ്ടാൻ വയ്യാതെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടെ. അതിന് പിന്നിൽ ഒരു ദുഷ്ടനുണ്ടായിരുന്നു. കാരണം അവിടെ അവർക്ക് കുറേ സ്വത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കളൊക്കെ കൈയടക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറേ ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് ആ പെൺകുട്ടിയുടെ സംസാരശേഷി പോലും നഷ്ടപ്പെടുത്തിയായിരുന്നു. അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അയ്യപ്പ ഭക്തിയായിരുന്നു. അങ്ങനെ അയ്യപ്പസ്വാമിനെ വിളിച്ച് അവൾ കരഞ്ഞപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ കരച്ചിൽ അയ്യപ്പസ്വാമിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ണിമോളെയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് പോവാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത സങ്കടമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ മോളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള സങ്കടത്തിലായിരുന്നു. പിന്നീട് അവളെ ഇല്ലാതാക്കിയിട്ട്, കാരണം അവളാണ് അടുത്ത അവകാശി എന്ന് പറഞ്ഞാൽ ആ സ്വത്തുക്കളെയൊക്കെ, അവളെ അവളുടെ അച്ഛനെയും അമ്മേനെ ഇല്ലാതാക്കിയിട്ട് ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിക്ക് സഹിക്കാൻ പറ്റുമല്ല. ഉണ്ണിമോളെയും കൂട്ടി അങ്ങ് ചെന്നതിന് ശേഷം അവളെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവളുടെ കഷ്ടതകളൊക്കെ മാറ്റി അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനും ഉണ്ണിമോളും ബാബരും കൂടെ ആ വീട്ടിൽ പോകുന്നത്, അവരെ രക്ഷിക്കുന്നത്, അതിൻ്റെതായ കഥകളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.